ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചുകൂടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 168 എപ്പിസോഡാണ് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ദൈവം കൃപ തന്നത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടത് ആവശ്യമാണല്ലോ. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാ ആഴ്ചയും അതുപോലെ കർത്താവെ നടത്തി വരുന്ന ഈ കാൽവറിനാദം മിനിസ്ട്രിയെ അവിടുത്തെ കരങ്ങളിലേക്ക് പരിമേൽപ്പിക്കുന്നു. ഇന്നും കർത്താവെ ഈ വിധത്തിൽ സൂമിൽ കൂടി ഒന്നിച്ച് കൂടിവരുവാനും നല്ല സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും കേൾക്കുവാനും ഇടയാക്കുന്ന അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽവറിനാദം മിനിസ്ട്രി കഴിഞ്ഞ അനേക നാളുകളായിട്ട് തുടർന്ന് വരുന്നു. ഈ 168 എപ്പിസോഡ് ഇന്ന് നടത്തുവാൻ തക്കവണ്ണം അതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇതിൻ്റെ പിമ്പിൽ കർത്താവെ പ്രവർത്തിക്കുന്ന നിൻ്റെ ദാസന്മാരായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സന്തോഷിനെയും അതുപോലെ റോയി ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവരെ വരുന്ന നാളുകളിൽ അധികമായിട്ട് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കുന്ന പ്രിയ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി, ബംഗാളിൽ നിന്നുള്ള സഹോദരനെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കുടുംബമായിട്ട് ഇവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. നല്ല സാക്ഷ്യവും പ്രബോധനങ്ങളും ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവെ, സംഗീതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ ദാസനെയും അവിടുത്തെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാ ആത്മീക പ്രവർത്തനങ്ങളിലൂടെയും കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഈ സൂമിൽ കൂടി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവ് ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുവാൻ ഇടയാക്കണം. കർത്താവെ, ആദ്യന്തം ഈ പ്രോഗ്രാമിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് നിയന്ത്രിക്കുകയും അതിൻ്റെ തടസ്സങ്ങളൊന്നും സംഭവിക്കാതെ കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഭരമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എളിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു തോമസ് എബ്രഹാം. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. അനുഗ്രഹീതമായ ഒരു സമയം കർത്താവ് നമുക്ക് നൽകി തന്നു. ഇന്നും എല്ലാ അനുഗ്രഹീതമായ ചുറ്റുപാടുകളോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി തോമസ് അവറുകൾ ബംഗാളിൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവദാസനാണ്. പ്രിയദാസൻ ഇന്ന് രാത്രി നമ്മോടുകൂടെ ഉണ്ട്. അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ കേട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രിയ കർത്താവിന്റെ ദാസനെ, നിന്റെ കുടുംബത്തെയും എല്ലാ ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് 2 ഗാനങ്ങൾ ആലപിച്ച് നമ്മളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രിയ ബിന്നിച്ചാൻ ആൻഡ് ജെയിംസ് ഷാനാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും
ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയ സഹോദരന്മാരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇപ്രകാരം കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇളയവനും ഇപ്രകാരം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇതിനായി ക്ഷണിച്ച പ്രിയ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള പ്രിയ സന്തോഷ് ബ്രദർ, അതുപോലെ തന്നെ പ്രിയ റോയിച്ചാൻ, അവരോടുള്ള സ്നേഹത്തെ നന്ദിയും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞാൻ എന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ പാടുവാനായിട്ട് കടന്നു വന്നാലും പറയുന്ന ഒരു കാര്യം, ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ആരാലും അറിയപ്പെടാതെ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാരെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് പ്രിയപ്പെട്ടവർ ശ്രമിക്കുകയും അവർക്ക് കർത്താവ് അതിന് കൃപ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ അപ്രകാരം കാൽവരിനാഥം സൂം മിനിസ്ട്രി അപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട എൻകറേജ്മെന്റ് ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ കർത്താവ് നമുക്ക് നൽകി തന്നു. വരാം നാവത്തനർത്ഥങ്ങൾ നോക്കുകയും കർത്താവ് നമ്മളെ വിടുവിച്ചു. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്ക്, കൂടിവരവിലേക്ക് കടന്നു വരുവാൻ സഹായിച്ചോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും അവന് നന്ദി കരയറ്റുകയും ചെയ്യാം. ദൈവദാസന്മാർ, വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലും മറ്റുമുള്ള ദൈവദാസന്മാർ, അവരുടെ സാക്ഷ്യത്തിൽ കൂടെയൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ടുള്ളത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ചുട്ട് പൊള്ളുന്ന അനുഭവങ്ങൾ, അവർ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെയും നാം കേൾക്കുമ്പോൾ നമ്മളെ കർത്താവ് എത്രമാത്രം ഈ കേരളത്തിൻ്റെ ദേശത്ത് അനുഗ്രഹിച്ച് വഴി നടത്തുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്രകാരം കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി തോമസിനെ ഇന്ന് നമ്മുടെ മുമ്പാകെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനും പറയുവാനായിട്ടുള്ളത്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് എന്നെ വഴി നടത്തുന്നു. എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ ഭാരങ്ങൾ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് കർത്താവ് എന്നെ വഴി നടത്തുന്നു. മനോഭാരത്താൽ വലയുമ്പോൾ, മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി കരയുന്ന അവസരങ്ങളിൽ എൻ്റെ യേശു എനിക്കെത്ര നല്ലവനാണ്. അതുമാത്രമേ ദൈവദാസന്മാർക്ക് പറയുവാനുള്ളൂ. അവരോടൊത്ത് നമുക്കും പറയുവാൻ അപ്രകാരം നമ്മുടെ സാക്ഷ്യത്തോടെ, നമ്മുടെ ജീവിതാനുഭവത്തോട് നമുക്ക് പറയുവാനുള്ളത് അത് തന്നെയാണ്. ഒരു നാളും കൈവിടാത്തൊരു കർത്താവ് നമുക്കുണ്ട്. ഇന്നയോളം നമ്മളെ നടത്തി, നമ്മളെ എന്നെന്നും തൻ്റെ തോളിൽ ചുമക്കുന്ന ആ കർത്താവ്, അവന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെന്നും മതിയായവനാണ്. എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ച എൻ്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ച എൻ്റെ യേശു എത്ര നല്ലവൻ. ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന്
എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താൽ വലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് പറയുവാനായിട്ടുള്ളത്, എൻ്റെ ദൈവം എനിക്ക് എത്ര നല്ലവനാണ്, അവനിലാണ് എൻ്റെ ആശ്രയം, അവനിൽ ഞാൻ അഭയം തേടുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എത്രയോ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ കാരുരുളിൻ്റെ വേളകൾ വരുമ്പോൾ, ഞാൻ കരളുരുകി ഏകനായിട്ടിരുന്ന് ഞാൻ കരയുമ്പോൾ, എൻ്റെ കൂടെ വരുന്ന ഒരു കർത്താവ്, എൻ്റെ കൂട്ടിനായിട്ടുള്ള ഒരു കർത്താവ്, അവൻ എൻ്റെ അരികത്തേക്ക് വന്ന് എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ലോകം തരുന്ന സുഖങ്ങൾ, ധനങ്ങൾ, അവയ്ക്കൊന്നും ഏകുവാൻ കഴിയാത്ത ഒരു സന്തോഷം, ഒരു സമാധാനം എൻ്റെ കർത്താവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട്. അവൻ തരുന്ന ആനന്ദം, അതുമാത്രം മതി എനിക്ക്. എൻ്റെ ദൈവം എനിക്ക് എത്ര നല്ലവനും മതിയായവനുമാണ്. ദൈവമെത്ര നല്ലവനാം, അവനിലത്രേ എന്നഭയം. ദൈവമെത്ര നല്ലവനാം, അവനിലത്രേ എന്നഭയം. അനുഗ്രഹമായി അത്ഭുതമായി അനുദിനവും നടത്തും എന്നെ. അനുഗ്രഹമായി അത്ഭുതമായി അനുദിനവും നടത്തും എന്നെ. ദൈവമെത്ര നല്ലവനാം, അവനിലത്രേ എന്നഭയം.
കരളുരുകി കരയുമ്പോഴും കാരിരുളിൻ വഴികളിലും കരളുരുകി കരയുമ്പോഴും കൂടെ വരും കൂട്ടിനവൻ കണ്ണീരെല്ലാം തുടയ്ക്കുമവൻ കൂടെ വരും കൂട്ടിനവൻ കണ്ണീരെല്ലാം തുടയ്ക്കുമവൻ ദൈവമെത്ര നല്ലവനാ അവനിലത്രേ എന്നഭയം ലോകം തരും ധനസുഖങ്ങൾ കേകിടുവാൻ കഴിഞ്ഞിടാത്ത ലോകം തരും ധനസുഖങ്ങൾ കേകിടുവാൻ കഴിഞ്ഞിടാത്ത ആനന്ദമീ ക്രിസ്തുവിൽ ഞാൻ അനുഭവിക്കും നിന്നു മന്നിൽ ആനന്ദമീ ക്രിസ്തുവിൽ ഞാൻ അനുഭവിക്കും നിന്നു മന്നിൽ ദൈവമെത്ര നല്ലവനാം അവനിലത്രേ എന്നഭയം ഒരുക്കുന്നവൻ പുതുഭവനം ഒരിക്കലെന്നെ ചേർത്തിടുവാൻ ഒരുക്കുന്നവൻ പുതുഭവനം ഒരിക്കലെന്നെ ചേർത്തിടുവാൻ വരും വിരവിൽ പ്രാണപ്രിയൻ തരുമെനിക്ക് പ്രതിഫലങ്ങൾ വരും വിരവിൽ പ്രാണപ്രിയൻ തരുമെനിക്ക് പ്രതിഫലങ്ങൾ ദൈവമെത്ര നല്ലവനാം അവനിലത്രേ എന്നഭയം ദൈവമെത്ര നല്ലവനാം അവനിലത്രേ എന്നഭയം അനുഗ്രഹമായി അത്ഭുതമായി അനുദിനവും നടത്തും എന്നെ അനുഗ്രഹമായി അത്ഭുതമായി അനുദിനവും നടത്തും എന്നെ ദൈവമെത്ര നല്ലവനാം അവനിലത്രേ എന്നഭയം. താങ്ക് യു. ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ ജീവിതത്തിൽ. അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, മരണനിഴൽ താഴ്വരയിലൂടെ നാം എപ്പോഴൊക്കെ എത്ര നടന്നാലും അപ്പോഴും ഒരു ദൈവ പൈതലിന്റെ കണ്ഠങ്ങളിലൂടെ ഉയരുന്ന ശബ്ദം, എൻ്റെ ദൈവം നല്ലവൻ. ഇന്ന് രാത്രിയിലും ആ ശബ്ദം കർത്താവിന്റെ ദാസിൽ നിന്ന് നാം കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ തോക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു ദൈവദാസൻ. തന്റെ മാതാപിതാക്കൾ ഇന്നുമുണ്ട്. അവരുടെ ഏക മകൻ 2002 കർത്താവിന്റെ വചനവുമായി സുവിശേഷവുമായി ബംഗാളിന്റെ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോയി. ഏകദേശം 20-23 വർഷത്തിലധികം ബംഗാളിന്റെ അനേക ഗ്രാമങ്ങളിൽ, നോർത്ത് ഇന്ത്യയുടെ അനേക പ്രദേശങ്ങളിൽ കർത്താവിന്റെ വചനവുമായി, ആ സുവിശേഷവുമായി കർത്താവിന്റെ ദാസൻ ഓടി നടക്കുകയാണ്. അനേകരോട് ആ സുവിശേഷം അറിയിക്കുകയാണ്. അനേകരെ കർത്താവിങ്കിലേക്ക് നേടുകയാണ്. എന്നാൽ ആ ഓട്ടത്തിൽ അനേക അനുഭവങ്ങളുണ്ട്, വേദനകളുണ്ട്, കണ്ണുനീരുകളുണ്ട്, ദൈവത്തിന്റെ അത്ഭുതങ്ങളുണ്ട്, ദൈവം ചെയ്യുന്ന വലിയ നന്മകളുണ്ട്. ഇന്ന് രാത്രി ആ അനുഭവങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ വഴി നടത്തുന്ന ആ ദൈവത്തെ, പരിപാലിക്കുന്ന ആ ദൈവസ്നേഹത്തെ നാമും തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസൻ തന്റെ ജീവിത അനുഭവങ്ങളും ഇന്ന് രാത്രി നമുക്ക് തരുവാനുള്ള സന്ദേശവും അറിയിപ്പാൻ
എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി തോമസ് അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു വലിയ അവസരം ഒരുക്കി തന്ന കാൽവരിനാഥ മിനിസ്ട്രിക്കായിട്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കായിട്ട് വിശേഷ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ഷാജി തോമസ്. ഞാനിവിടെ വെസ്റ്റ് ബംഗാളിൽ സമുക്തള എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു കഴിഞ്ഞ 23 വർഷമായിട്ട്. ഞാനിവിടെ 2002 ഈ പ്രദേശത്ത് കടന്നു വന്നത് കുടുംബമായിട്ട്. ഇതുവരേക്കും കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് നമ്മൾ പാട്ടുപാടിയപ്പോൾ ഓർത്തതുപോലെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഒന്നിനും ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഒന്നിനും ദുഃഖിക്കുവാനോ വിഷമിക്കുവാനായിട്ടോ ഒന്നും തന്നെ ഒരു കാരണമില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ഷാജി തോമസ്. ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് തോക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അവിടെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം ആ സ്ഥലത്ത് തന്നെയാണ്. അതിനുശേഷം അവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥലത്തായിരുന്നു +2 പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1995 അത് എൻ്റെ ചാച്ചൻ്റെ ഇളയ അനുജൻ മുഖാന്തരമാണ്. KP ബേബി എന്ന് പറയുന്ന അദ്ദേഹത്തിലൂടെയാണ് കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സമയത്ത് ഞങ്ങളുടെ സ്ഥലത്ത് ആ പ്രദേശത്ത് കർത്താവിൻ്റെ വചനമൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛത്തോടെ അവരെ നോക്കി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഞാനിപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ അതേ സുവിശേഷവുമായിട്ട് അതേ വചനവുമായിട്ട് കടന്നു പോകുമ്പോൾ ചിലരെങ്കിലും ഞങ്ങൾ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർക്കുവാനായിട്ട് ഇടയാകും. കാരണം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടൊരു ഗ്രാമപ്രദേശമാണ്. നമുക്കറിയാം ഹൈറേഞ്ചിലെ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്താണ് വീടുകൾ. അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലാത്ത ഏരിയയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്ന എനിക്ക് ഗ്രാമ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ വളർന്ന ഒരാളാണ്. അപ്പോൾ ഒരു റോമൻ കത്തോലിക്ക കുടുംബ പശ്ചാത്തലമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ മാതാപിതാക്കൾ അവർ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള സമീപനം മൂലം പള്ളിയായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എൻ്റെ എന്താ പറയുക മാമോദിസ നടന്നിട്ടില്ല. അതില്ലാതെയാണ് ഞാൻ വളർന്നത്. എന്നാലും കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്ന് ഞാൻ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രധാനമായിട്ടും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ക്രിസ്തുമസോ പെസഹയോ അങ്ങനെയുള്ള പ്രത്യേക വിശേഷ സമയങ്ങളിൽ കൂട്ടുകാരുമായിട്ട് ചേർന്ന് പള്ളിയിൽ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ പതുക്കെ എനിക്കും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത. ദൈവമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പതുക്കെ നീങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ആ സമയത്തൊക്കെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കൂടുതലും അങ്ങനെയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ചിന്താഗതിയൊക്കെ അങ്ങനെ ആ തലത്തിലേക്ക് മാറിയത്. എന്നാൽ 1995 ഞാൻ എൻ്റെ ചാച്ചൻ്റെ അനുജനുമായിട്ട്, അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന ആനവറ്റി സഭയിലെ അംഗമായി തീരുകയും തുടർന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ വചനം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ആദ്യമൊക്കെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി
എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ പല കാര്യങ്ങൾക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പലരും ഞാൻ എതിർത്ത് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും വളരെ ശാന്തതയോടെ, പക്വതയോടെ അതിനെല്ലാം ബൈബിളിൽ നിന്നാണ് എനിക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, ഇതാണ് അതിൻ്റെ കാരണം എന്നുള്ള ഇങ്ങനെയുള്ള വ്യക്തമായും സ്പഷ്ടമായിട്ടും കാര്യങ്ങളെ വേർതിരിച്ച് തന്നെ എനിക്ക് കാണിച്ചു തരികയും അവസാനം എനിക്ക് ഉത്തരം മുട്ടി എന്ന് തന്നെ പറയാം. എനിക്ക് മറുചോദ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. അതാണ് വാസ്തവം. പക്ഷെ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത്, കാരണം എന്നേക്കാൾ കൂടുതൽ ഇതിനൊക്കെ എതിരായിട്ട് നടന്നിരുന്ന വ്യക്തിയായിരുന്നു എന്നെ കർത്താവിലേക്ക് കൊണ്ടുവന്ന ആൾ. വളരെ ദേഷ്യക്കാരനായ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ഒരു പൊരുത്തക്കാരൻ, അങ്ങനെയുള്ള ഒരാൾ വളരെ ശാന്തതയോടുകൂടി ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഉത്തരങ്ങൾ പറയുകയും കർത്താവിനെ കുറിച്ച്, കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ ആരാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ട് എനിക്ക് ഒരു ഉത്തരം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അന്ന് കർത്താവിനെ സ്വീകരിച്ചു. അത് ഒരു മാർച്ച് മാസത്തിലായിരുന്നു, 1995. കർത്താവിനെ സ്വീകരിച്ചെങ്കിലും അതിന് ശേഷം ഏതാണ്ട് 4 വർഷത്തോളം ഞാൻ ആ സമയത്ത് ട്രക്ക് ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അപ്പം നാടിൻ്റെ പല ഭാഗങ്ങളിലും വടക്കേ ഇന്ത്യയിലും എല്ലാം ട്രക്കുമായിട്ട് പോകുന്ന, ലോഡുമായിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് തുടർച്ചയായിട്ട് പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ ആ പ്രകാരം ഒരു ആത്മീയ വളർച്ച നേടുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ 1998 എനിക്കൊരു അപകടം ഉണ്ടായി ട്രക്കിൽ. ആ അപകടമുണ്ടായത് ഏകദേശം എല്ലാവരും മരിച്ചു പോകുമെന്ന് പോലും കരുതിയ ഒരവസ്ഥയായിരുന്നു. ഏതാണ്ട് 21 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത്, ദൈവം എന്തുകൊണ്ട് എന്നെ ബാക്കി വെച്ചു, ഇതുവരെയ്ക്ക് ഞാൻ എന്തുകൊണ്ട് ജീവനോട് ബാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് എൻ്റെ ഉള്ളിലെടുക്കുകയും അവിടെ നിന്ന് ഞാൻ കർത്താവിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ തുടർച്ചയായിട്ട് ചർച്ചിൽ പോകാൻ തുടങ്ങിയത്, സഹോദരന്മാരുമായിട്ട് അടുത്ത് ഇടപെടാൻ തുടങ്ങിയത്. 1999 എൻ്റെ സ്നാനം നടക്കുന്നത്. സ്നാനം നടന്നതിന് ശേഷം സഭയിൽ നിന്നുള്ള വചനം ഒക്കെ കേട്ട്, പ്രസംഗങ്ങളൊക്കെ കേട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്, വചനം കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ അവിടെ കേൾക്കുന്നത് പര്യാപ്തമല്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉള്ളിലുണ്ടായി. അങ്ങനെ 2000 വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാനിലെ അൾവറിലുള്ള നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുവാനായിട്ട് ഇടയായി തീർന്നു. 2000 മുതൽ 2002 വരെയുള്ള സമയത്ത് ഞാൻ അവിടെ വചനം പഠിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. അപ്പം തീർച്ചയായിട്ടും അതൊരു വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം വചനം പഠിക്കുക എന്നുള്ള കൂടെ തന്നെ മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നൊരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും മറ്റുള്ളവർ വചനം അറിയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം സഞ്ചരിച്ചിരുന്നതുകൊണ്ട് അവിടുത്തെ ആളുകളെക്കുറിച്ചും രീതികളെക്കുറിച്ചൊക്കെ കൂടുതൽ ഗ്രാഹ്യമുള്ളത് കൊണ്ട് തന്നെ അപ്പം കൂടുതൽ ആ ഭാഷയും അവിടുത്തെ സംസ്കാരവുമായിട്ട് ഒക്കെ ചേർന്നായിരിക്കണം മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതൊരു ഒരു ഒരു ഉത്ബോധം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഞാൻ രാജസ്ഥാനിൽ അൾവറിൽ പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഹിന്ദി മീഡിയത്തിലാണ് അവിടെ ക്ലാസ്സുകൾ എടുത്തിരുന്നത്, ഹിന്ദി, ഇംഗ്ലീഷ്. വടക്കേ ഇന്ത്യയിലാവുമ്പോൾ ഹിന്ദി എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു, എങ്കിലും നന്നായിട്ട് പഠിക്കണം,
വചനം മറ്റുള്ളവർ പറയണമെങ്കിലും അതും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുക്കാൻ കാരണം. 2000 മുതൽ 2002 വരെയുള്ള സമയത്താണ് ഞാൻ അൾവറിലുണ്ടായിരുന്നത്. അവിടെ ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാവരും ചേർന്ന് ഗ്രൂപ്പായിട്ട് ഓരോ വിഷയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പോൾ, അത് ലീഡ് ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ ഊഴം വന്നപ്പോൾ അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഇവിടുത്തെ നമ്മുടെ സഭകളെക്കുറിച്ചും കൂടിവരവുകളെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എത്ര പേര് ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നു, സഭകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ലീഡ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷവും എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് വ്യക്തമായിട്ടൊരു കർത്താവിൽ നിന്നുള്ളൊരു വിളി, കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളി എനിക്ക് ബോധ്യപ്പെട്ടത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കായിരിക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം എനിക്ക് വരികയുണ്ടായി. അതിനെ തുടർന്ന് 2002 ഗ്രാജുവേഷന് ശേഷം ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു മാസം കഷ്ടി നിന്നു. അതിനുശേഷം ഞാൻ നേരെ ഇവിടെ ബംഗാളിൽ സിലിഗുഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണ് ഉണ്ടായത്. ഇവിടെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ 3 പേരാണ് ആക്ച്വലി അൾവറിലെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷന് ശേഷം ഈ നോർത്ത് ഈസ്റ്റിലെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞ് വന്നത്. ഞാൻ, അതുപോലെ ഇപ്പോൾ ആസാമിലെ ലക്കിംപൂരിലുള്ള സഹോദരൻ ജോബി ജോൺ, പിന്നെ റോയി അബ്രഹാം എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ. ഞങ്ങൾ 3 സഹോദരന്മാരൊന്നിച്ചാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. ഞങ്ങൾ 3 പേരൊന്നിച്ച് സിലിഗുഡിയിലുള്ള ദേവദാസിൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഔട്ട്റീച്ചിനായിട്ട് പോവുകയും പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരിക്കൽ അസാമിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്തൃവേലയുള്ള ബന്ധത്തിൽ പോയിട്ട് തിരികെ വരുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ ആയിരിക്കുന്ന സ്ഥലത്ത് വരുവാൻ ഇടയായിത്തീർന്നത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഷാജി, ഇത് വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങൾ വളരെ നാളുകൾ ഇവിടെ പലപ്പോഴും വന്ന് വചനം അറിയിക്കുകയും അനേകർ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് ആരും ഇല്ലാതെ പോയി. അതുകൊണ്ട് ആരും തന്നെ ഇപ്പം നിലവിലില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതെൻ്റെ മനസ്സിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. പിന്നീടുള്ള നാളുകളിൽ എനിക്ക് അതേക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. ആളുകൾ മുമ്പോട്ട് വന്നിട്ടും അവരെ കർത്താവിൽ ബലപ്പെടുത്തുവാനോ മുമ്പോട്ട് നയിക്കുവാനോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വീണ്ടും പ്രവർത്തനം നടത്തുവാനോ സാധിക്കാത്തൊരവസ്ഥ, അതിനെക്കുറിച്ച് എനിക്ക് വളരെ ഭാരമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ വിഷയം വെച്ച്. അങ്ങനെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമുക്തള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വേലയ്ക്കായിട്ട് വരുവാനായിട്ടുള്ളൊരു ഉൾവിളി എനിക്കുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോയി സ്ഥലസഭയോട് ചേർന്ന കുറച്ച് നാൾ അവിടെ ആയിരുന്നു. സഭയിലുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പ്രാർത്ഥനയ്ക്കായിട്ട് ഈ വിഷയം വെച്ചു. അങ്ങനെ സഭയായിട്ട് പ്രാർത്ഥിച്ച് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ വരികയാണ് ചെയ്തത്. ഞാൻ 2002 ഈ സ്ഥലം വന്ന് കണ്ട് ഇവിടേക്ക് വരുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. 2002 തന്നെ. 2002 സെപ്റ്റംബർ മാസത്തിലാണ് വിവാഹം നടക്കുന്നത്. എൻ്റെ ഭാര്യ റീജ,
താൻ എഴുപന്ന സഭാംഗമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. ഞങ്ങൾ വിവാഹത്തിന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിന് ശേഷം അവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇവിടെ ഈ പറഞ്ഞ സമുക്തള എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു റൂം വാടകയ്ക്ക് കണ്ടെത്തി നമ്മൾ ഇവിടെ താമസം ആരംഭിച്ചു, പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നത്, കാരണം സിലിഗുഡി എന്ന് പറയുന്ന വലിയൊരു ടൗൺ ആണ്, അപ്പോൾ അവിടെ ഹിന്ദി നന്നായിട്ട് വർക്കൗട്ട് ആകും. ഹിന്ദിയിൽ സംസാരിച്ചാൽ ഒരുമാതിരി എല്ലാവർക്കും മനസ്സിലാകും. ഹിന്ദിയിൽ സുവിശേഷം പറയാം, ആളുകളുമായിട്ട് സംസാരിക്കാം. പക്ഷെ ഞാൻ ഇവിടെയും അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെയുള്ള ആളുകളിലേക്ക് ഇവിടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിലുള്ളത്. ആദിവാസികളും ബംഗാളികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ്. അപ്പൊ ഹിന്ദി അവർക്ക് മനസ്സിലാകും, പക്ഷെ അത് കുറച്ച് വാക്കുകൾ കൊണ്ട് ഒതുങ്ങി പോകും. കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഹിന്ദി പരിജ്ഞാനം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കർത്താവിൽ നിരതനായ സഹോദരൻ പ്രിൻസ് ലൂയിസ്, ഭൂട്ടാൻ ബോർഡറിൽ കർത്താവിൻ്റെ വിലയായിരുന്ന സഹോദരൻ പ്രിൻസ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സഹോദരനാണ് എന്നെ ഉത്സാഹിപ്പിച്ചത് ഇവിടുത്തെ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി, ബംഗാളി ഭാഷ പഠിക്കുന്നതിന് വേണ്ടി. കാരണം നമ്മുടെ മലയാളി സഹോദരന്മാർ വന്നവരിൽ ആരും തന്നെ അധികം പേരും ഈ ഭാഷ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരുപക്ഷെ എല്ലാവരും തന്നെ ടൗൺ ഏരിയ ബേസ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഉണ്ടെങ്കിൽ ധാരാളം. അതാണ് എനിക്ക് ഒരു കാരണമായിട്ട് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അതുകൊണ്ട് കൂടുതൽ പ്രയോജനമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനും പ്രിൻസിപ്പലുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും, അപ്പം ആ സഹോദരൻ താമസിക്കുന്ന ഭാഗത്ത് അവിടെ ഹിന്ദി നേപ്പാളി ഭൂരിപക്ഷമുള്ള നേപ്പാളി ആദിവാസി ഭൂരിപക്ഷ ഏരിയ ആയതുകൊണ്ട് അവിടെ ഹിന്ദി കുറച്ചുകൂടെ നടക്കും. പക്ഷേ ഞാൻ ഉള്ള ഈ ഭാഗങ്ങളിലേക്ക്, ഇവിടുന്ന് മുമ്പോട്ടുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ബംഗാളി ഭാഷ തന്നെ വേണം. അപ്പോൾ അങ്ങനെ ബംഗാളി ഭാഷ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ദൈവകൃപയാൽ ഞാനും ഭാര്യയും ബംഗാളി ഭാഷ സംസാരിക്കുവാനായിട്ടും വായിക്കുവാനായിട്ടെല്ലാം ദൈവം സഹായിച്ചു. തുടർന്ന് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കടന്നു പോകാനും ആളുകളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചേരുവാനൊക്കെ സാധിച്ചു. അത് കർത്താവിൻ്റെ വലിയൊരു കൃപയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ശരിക്കും ഒരു റിമോട്ട് വില്ലേജാണ്. ചെറിയൊരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്, ഉണ്ട് ധാരാളമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ധാരാളമാണ്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ആഡംബരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും സാധിക്കില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കേവലം 2 STD ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാം, 2002 സമയത്തൊക്കെ, 2002, 2003 ആ സമയത്തൊക്കെ മൊബൈൽ ഫോൺ അത്ര പ്രചാരത്തിലൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇത്ര ദൂരമാണ്. അപ്പം നാട്ടിലാണെങ്കിൽ എൻ്റെ ചാച്ചനും അമ്മയും മാത്രമേ ഉള്ളൂ, അതുപോലെ വൈഫിൻ്റെ വീട്ടിലുള്ളവരും. അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ സഭയിലുള്ളവരായിട്ടൊക്കെ ബന്ധപ്പെടണമെങ്കിൽ ഫോണിലൂടെ ഇത് ചെയ്യുക എന്നുള്ളത് വളരെ എപ്പോഴും സാധിക്കാത്ത കാര്യമാണ്. കാരണം ഈ 2 STD ബൂത്ത് ഉണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നതിന് ശേഷമേ സംസാരിക്കാനുള്ള അവസരം കിട്ടാറുള്ളൂ. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അങ്ങനെ ഞാൻ ഈ പറയുന്നതിന് കാരണം അത്രമാത്രം റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വളരെ കുറവ്. അങ്ങനെ പല വിധമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ടൗണിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും അതത്ര ഈസി അല്ലായിരുന്നു ആ സമയത്ത്. എങ്കിലും കർത്താവ് കൃപ ചെയ്ത് ഞാൻ ജനിച്ചു വളർന്നത് ഗ്രാമാന്തരീക്ഷത്തിലായതുകൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല, പ്രയാസം വന്നില്ല.
മറിച്ച് എനിക്ക് കൂടുതൽ സന്തോഷമാണ് തോന്നിയത്. കാരണം കൂടുതൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ളൊരു അവസരമുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് ഒത്തിരി ടീ എസ്റ്റേറ്റുകൾ ഇതിനടുത്ത് ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളിലുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ കടന്നു പോകാനും അതിനെ അറിയിക്കാനുള്ള അവസരം ഇതൊക്കെ കണക്കാക്കിയാണ് ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾ താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എന്നോട് ഈ സഹോദരൻ ആ സമയത്ത് അതിനുശേഷം ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എന്നോട് ചോദിച്ച ചോദ്യം, സഹോദര ടൗണിലേക്ക് മാറി താമസിച്ചുകൂടെ എന്നാണ്. കാരണം ആയിട്ട് അദ്ദേഹം പറഞ്ഞത്, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ടുള്ള അവസരം വേണം. അപ്പം നല്ല സ്കൂളുകളിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല, വളരെ ദൂരമാണ് ടൗണിലേക്ക് പോകണമെങ്കിൽ. അതുകൊണ്ട് ടൗണിലേക്ക് മാറി താമസിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വെച്ചു. അന്ന് എനിക്ക് ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ, സഹോദരൻ ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വളർന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെയും സ്കൂളുണ്ട്. നമുക്ക് കർത്താവിൻ്റെ ഹിതം എൻ്റെ കുഞ്ഞുങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണമെന്നാണ്. ഇവിടെയാണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ ബംഗാളി ഭാഷയിൽ പഠിക്കട്ടെ. അതല്ല കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളതാണെങ്കിൽ കർത്താവ് സമയത്ത് എന്തെങ്കിലും പ്രവർത്തിക്കും. ഇതായിരുന്നു എൻ്റെ ഉത്തരം. അത് ഞാൻ എന്ത് വിശ്വസിച്ചോ, എന്ത് വിശ്വാസത്താൽ ഞാൻ പറഞ്ഞോ, അത് ദൈവം അപ്രകാരം തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അത് വലിയൊരു കാരണമാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മകള് ഹന്ന കഴിഞ്ഞ വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെൻറ്റ് ലഭിച്ച് TCSൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം PG ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കുള്ള ആ സമയത്ത് TCSൽ ഇപ്പോൾ തൽക്കാലം ജോലി ചെയ്യുന്നു. 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് PG ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകനാണ്. താൻ +2 ഫൈനൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു. 13-ാം തീയതി മുതൽ എക്സാം തുടങ്ങിയാണ്. അവൻ്റെ പേര് ഏബേൽ എസ് തോമസ്. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദിവാസികളും ബംഗാളികളും മറ്റ് മുസ്ലിങ്ങളും എല്ലാം ഇടകലർന്ന് താമസിക്കുന്ന ഒരു മേഖലയാണിത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സിലിഗുഡി എന്ന് പറയുന്ന ചിക്കൻ നെക്ക് എന്ന് പറയുന്ന, നമ്മുടെ ഭാരതത്തിൽ ചിക്കൻ നെക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ്. അവിടെ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു കോറിഡോറാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ താമസിക്കുന്ന മേഖല. ഒരു സൈഡിൽ ഭൂട്ടാൻ, മറ്റു സൈഡിൽ ബംഗ്ലാദേശ്. ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു നാരോ ആയിട്ടുള്ള ഒരു പാസേജാണിത്. വളരെ ദൂരമൊന്നുമില്ല. ഇവിടെ വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ പോയാൽ ഭൂട്ടാൻ ബോർഡറായി. അവിടെ ഒരു 25 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ ബംഗ്ലാദേശ് ബോർഡറായി. ഇങ്ങനെയുള്ളൊരു പ്രദേശമാണിത്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ഏരിയ ആണ്. അപ്പം ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ കൂടുതലും ബഗാൻ ഏരിയകൾ, അതായത് ടീ എസ്റ്റേറ്റുകളിൽ ആദിവാസികൾക്കിടയിലെ പ്രവർത്തനമാണ് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒത്തിരി പേര് മുമ്പോട്ട് വരികയും അതുപോലെ തന്നെ അവർ പുറകോട്ട് പോവുകയൊക്കെ ചെയ്തു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ പലപ്പോഴും നിരാശരായിട്ടുണ്ട്. കാരണം ഇതൊരു പഴയൊരു സ്കോട്ടിഷ് മിഷൻ ഏരിയ കൂടിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും ഈ സുവിശേഷത്തോടുള്ള കാഴ്ചപ്പാട് അത് പല രീതിയിലാണ്. അവരുടെ ഇവിടെയുള്ള ചില നാമധേയ ക്രൈസ്തവരുടെ ജീവിത രീതികളും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ സുവിശേഷം പറഞ്ഞു ചെല്ലുമ്പോൾ പലപ്പോഴും അത് ആളുകൾ മറ്റു രീതിയിലുള്ള വ്യാഖ്യാനമാണ് അതിന് നൽകിക്കൊണ്ടിരുന്നത്. അവർക്ക് ആദ്യം അറിയേണ്ടത് നമുക്ക് എത്ര ശമ്പളമുണ്ട്, നമ്മൾ അവർക്ക് എത്ര കൊടുക്കും. അവർ പണവുമായിട്ട് ബന്ധപ്പെട്ട ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അങ്ങനെ ആയിരുന്നു അവസ്ഥ ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതായത് നമുക്കറിയാം ആസാമിലെ ബോഡോ തീവ്രവാദികളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ നല്ലൊരു ഭാഗം ഈ ബംഗാളിൻ്റെ ഈ ഭാഗത്ത് ആസാം ബംഗാൾ ബോർഡർ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ബോഡോ ഗ്രാമങ്ങളുണ്ട്. അവിടങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ കുറച്ച് ബോഡോ കുടുംബങ്ങളിൽ നിന്ന് കുറച്ച് പേര് മുമ്പോട്ട് വരാനായിട്ട് ഇടയായിത്തീർന്നു. ചെറിയൊരു സഭ ഇവിടെ രൂപീകരിക്കപ്പെട്ടു തൻ്റെ കൃപയിൽ.
ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്, അതിൽ നിന്നൊരു സഹോദരൻ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞ് താൻ 2 വർഷം പെരുമ്പാവൂർ GTCയിൽ പോയി വചനം പഠിക്കുകയും അതിനുശേഷം തിരികെ വന്ന് സിലിഗുഡിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി, നമ്മുടെ സഭയോട് ചേർന്ന് കുറച്ച് നാൾ പ്രവർത്തിച്ചു. അതിനുശേഷം സിലിഗുഡിക്ക് അടുത്ത് ഒരു സ്ഥലത്തേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ അവിടെ വളരെ നല്ലൊരു സഭ രൂപീകൃതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളാൽ അധികം സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അധികം പേരിലേക്ക് വചനം പറയുന്നു, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നു, അത് ആത്മാക്കൾ നൽകുന്നതും സഭ ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അത് ഞങ്ങൾ അപ്രകാരം വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇവിടെ നിന്നും കർത്താവ് ഞങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്ന ആ സഹോദരൻ മുഖാന്തരം ഇന്ന് മറ്റൊരു സഭ രൂപീകൃതമായിരിക്കുന്നുള്ള വളരെ സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുകയാണ്. നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും അത് തന്നെയാണ്. ഇവിടെ നിന്നും ഒരാളെ അതിനായിട്ട് കണ്ടെത്തുവാനായിട്ട് കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുത. ഇനി മുമ്പോട്ട് അവിടെ നിന്നും ഉള്ള ചെറുപ്പക്കാരിലൂടെ ഇത് മുമ്പോട്ട് വളരും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം എല്ലാ രീതിയിലും ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ടാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇതുവരേക്കും ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു റിമോട്ട് വില്ലേജ് ഏരിയ ആണെങ്കിലും വലിയ ചികിത്സാ സൗകര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവുള്ള ഒരു മേഖലയായിട്ട് കൂടി ഞങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും അനുഭവിക്കാനായിട്ട് ഇടയായിട്ടില്ല. വല്ലപ്പോഴും വല്ല പനിയോ ചുമയോ ജലദോഷമൊക്കെ വരിക എന്നല്ലാതെ വലിയ മേജർ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ നേരിട്ടായിട്ടുള്ള അവസ്ഥയിലേക്ക് കർത്താവ് ഞങ്ങൾ എത്തിച്ചിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. കാരണം പെട്ടെന്നൊരു നല്ലൊരു ചികിത്സാ സൗകര്യം ലഭ്യമാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നോക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ എങ്ങനെയാണ് കരുതുന്നത് വളരെ അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക്. കാരണം പല സ്ഥലങ്ങളിലും പലരും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങൾ എത്രമാത്രം കരുതലോടെയാണ് ഈ നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഇതുവരേക്കും കർത്താവ് ഞങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർ 4ാം ക്ലാസ് വരെ ഇവിടെയുള്ള ലോക്കൽ സ്കൂളിൽ പഠിച്ചു. അതിന് ശേഷം അവർക്ക് പഠിക്കുവാനായിട്ട് കർത്താവ് സൗകര്യമൊരുക്കി. ഇവിടെ നിന്നൊരു 17 കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു സ്കൂള്, കാത്തലിക് സ്കൂള് ആരംഭിക്കുകയും അവിടുത്തെ ആ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ട് അവിടെ സാധിച്ചു. സെൻറ്റ് സേവിയേഴ്സ് ജെസ്യൂട്ട് മിഷണറീസിൻ്റെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂള്, അതിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളർന്നത്. അത് വളരെ ഒരു അനുഗ്രഹകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ സ്മരിക്കുന്നത്. കാരണം അന്ന് ഞാൻ പറഞ്ഞ പോലെ ആ സഹോദരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം അത് കർത്താവ് അപ്പാടെ നിവർത്തിച്ചു എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പിന്നെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ എന്നുള്ള പ്രദേശം അല്ല ഇത് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ. ഇപ്പോഴും ഞങ്ങൾ മുൻപ് ഓരോ വീടുകൾ മുഖാന്തരമാണ് സുവിശേഷം അറിയിച്ചിരുന്നെങ്കിൽ ഇന്നത് അത്ര എളുപ്പമല്ല. സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ഉടനീളം നമുക്കറിയാം ഇൻഡിവിജ്വലായിട്ട് ഒരു സ്ഥലത്തും വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുന്ന അത്ര സേഫ് അല്ല ഇപ്പോൾ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ബംഗാളിലും ഇലക്ഷൻ അടുക്കുകയാണ് 2-3 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ അതിന് എതിർപ്പും സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നീങ്ങേണ്ട സമയമാണ്. കാരണം സുവിശേഷ വിരോധികൾ അവസരം പാർത്തിരിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് വസ്തുത. എന്നിരുന്നാലും ഞങ്ങൾ ടീം വർക്ക് വളരെ ഒരു 10-15 വർഷമായിട്ട് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. എല്ലാ മാസവും മാറി ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ 2-3 ദിവസം ഒന്നിച്ചു കൂടി എല്ലാ ഗ്രാമങ്ങളിലും പോയി പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതി ഞങ്ങൾ ആരംഭിച്ചു വരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കോണ്ടാക്റ്റുകളിലൂടെ പിന്നോട് മുമ്പോട്ടുള്ള പ്രവർത്തനം വിപുലീകരിക്കുക, ആ രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. അത് ഞങ്ങളിവിടെ നിന്ന് ഇവിടെയുള്ള ലോക്കൽ സഹോദരന്മാരുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. ഒരു
60-70 കിലോമീറ്റർ റേഡിയസിനുള്ളിലുള്ള ഒരു 6-7 സഹോദരന്മാര് ഇതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു എല്ലാ മാസവും. ദൈവകൃപയാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് തുടർന്ന് പോരുവാൻ കർത്താവ് സഹായിച്ചു. നാട്ടിലൊക്കെ ഉള്ള പോലെ മാസവേല എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നിച്ചു കൂടുക, പ്രാർത്ഥനയും വചന പഠനവും തുടർന്ന് 2 ദിവസത്തെ ഭവന സന്ദർശനങ്ങളും ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇന്ന് ഭവന സന്ദർശനം സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ എയറുകളിലേക്ക് മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള പോലെയുള്ള എതിർപ്പ് ഇപ്പോഴും ഇവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾക്ക് ഏത് ഗ്രാമത്തിലും പോയി കർത്താവിൻ്റെ വചനം അറിയിക്കുവാനായിട്ട് ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നുള്ളൂ. എതിർപ്പെന്ന് പറയാൻ അവർ ഇവിടെ നിങ്ങൾ പറയണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ പിന്നീട് വീണ്ടും ഒന്നും പ്രതികരിക്കാതെ ഞങ്ങൾ മടങ്ങിപ്പോരുന്ന ഒരു രീതിയാണ് ഞങ്ങൾ പിന്തുടർന്ന് പോരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ അവിടെ നിൽക്കുകയോ അവർക്ക് എതിരായിട്ട് പറയുകയോ നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. അത് അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ള എതിർപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുവരേക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു മിഷൻ ഫീൽഡാണ് ബംഗാൾ. പക്ഷെ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്റലക്ച്വലി വളരെ ഉയർന്ന തരത്തിലുള്ള ആളുകളാണ് ബംഗാളികൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ നമുക്ക് പറയാം. പക്ഷെ അത് ഒറിജിനൽ ബംഗാളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഇവിടെയുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതായത് ആദിവാസി സമൂഹമോ അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത രാജ്യത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിത നിലവാരം വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ബംഗാളികളായിട്ടുള്ളവർ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബംഗാളിനെ സംബന്ധിച്ച് അവര് 12 മാസത്തിൽ 13 പൂജ ആണ് അവരുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയാം. ഈ പൂജയോടുള്ള ബന്ധത്തിലാണ് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവർ ക്രമപ്പെടുത്തുന്നത്. മുമ്പ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങളിലും അവർ ഒരു കൃത്യതയോടെ പോകുന്ന ആ പൂജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ സാംസ്കാരികമായിട്ട് നോക്കുമ്പോൾ വളരെ കേരളവുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലും സംസ്കാരവും. ഈവൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഭാഷയുടെ കാര്യത്തിലും മലയാളവുമായിട്ട് ഏറ്റവും സാമ്യമുള്ളൊരു ഭാഷയാണ് ബംഗാളി. ചില വാക്കുകൾ മലയാളം തന്നെയാണ്, ചിലതല്ല. എനിക്ക് തോന്നുന്നു ഒരു 50% വാക്കുകളും മലയാള വാക്കുകൾ തന്നെയാണ്. മലയാളം വാക്കുകൾ തന്നെയാണ് ബംഗാളിയിലും ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉച്ചാരണത്തിലുള്ള ചില വ്യത്യാസങ്ങളാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബംഗാളി സംസാരിക്കാനായിട്ട് വളരെ ഈസി ആണെന്നുള്ളതാണ് വസ്തുത. ആ പ്രൊനൗൺസിയേഷൻ്റെ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്ക് ലിറ്ററൽ മലയാളം അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ മലയാള സാഹിത്യം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് ബംഗാളി. അതാണ് ഞാൻ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാളികളെ സംബന്ധിച്ച് അവർക്ക് മുമ്പൊക്കെ ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരത്ര ജാതി വ്യവസ്ഥ അവിടെ വിവാഹ കാര്യങ്ങളിലും മറ്റും മാത്രമേ അവർ പുലർത്തുന്നുള്ളൂ. ആ സമയത്ത് മാത്രമേ അവർ കാസ്റ്റ് നോക്കി വിവാഹം കഴിക്കുക എന്നുള്ള രീതിയൊക്കെ ഉള്ളൂ. മറ്റുള്ളവർ ഇടപെടുന്ന കാര്യത്തിൽ ഇതിനൊന്നും അവർക്കൊരു ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയാസമുള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ മറിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവർ നമ്മളെയൊക്കെ സ്വീകരിക്കുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാനും ഇടപെടുവാനൊക്കെ വളരെ താല്പര്യമുള്ള ആളുകൾ. അവർ കേൾക്കും, അവർ താല്പര്യത്തോടെ സുവിശേഷം കേൾക്കും. പക്ഷെ അവർ അത് സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് വേറെ ഒന്നും കുറവില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഇനി എന്തിനാണ് പുതിയതൊന്ന് എന്നുള്ളൊരു ചിന്താഗതി പുലർത്തുന്ന ആളുകളാണ് ബംഗാളികൾ. മറിച്ച് നമ്മുടെ ഒരു കാര്യം വിശേഷാലയം പറയാനുള്ളത്, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ആദിവാസികൾക്കിടയിലാണ്. ആദിവാസികളും നേപ്പാളികളുമായിട്ടുള്ള ആളുകൾക്കിടയിലാണ് പ്രവർത്തനം കൂടുതൽ നടക്കുന്നത്. അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് മുമ്പോട്ട് വരും. അതുപോലെ തന്നെ അവർ മറ്റ് പല പ്രലോഭനങ്ങളിലൂടെ പുറകോട്ട് തിരിച്ച് പോകുന്ന കാഴ്ചയും ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആളുകളായിട്ട് വിശേഷാൽ ബംഗാളികൾക്കിടയിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം മറ്റെല്ലാ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും വർക്ക് ചെയ്യുന്നത് ആദിവാസികൾക്കിടയിലാണ്. അവർക്ക് ബംഗാളികൾക്കിടയിൽ കടന്നു പോകുവാനോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇത് സുവിശേഷം അറിയിക്കുവാനൊക്കെ ഒരു ചെറിയൊരു ഭയമുള്ളത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ബംഗാളി സഹോദരന്മാരൊക്കെ ആയിട്ടാണ് ചേർന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ഭാരമുള്ളത് കൊണ്ട് ആരും കടന്നു പോകാത്ത സ്ഥലങ്ങളിലേക്ക്, ബംഗാളി ഗ്രാമങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നുപോയി വചനം അറിയിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ അവലംബിക്കുന്നത്. അവർ മുമ്പോട്ട് വരികയോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് മുമ്പോട്ട് അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് കർത്താവിനെ കുറിച്ച് അറിയത്തില്ല, പലർക്കും അറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളുണ്ട്. അവർ ശുദ്ധമായിട്ട് ബംഗാളി മാത്രം സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം എത്തിക്കുക എന്നുള്ളത് വളരെ വലിയ ദൗത്യം നിർവഹിക്കാനായിട്ട് കർത്താവ് ഇതുവരെയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പോട്ടും അപ്രകാരം അത് ആയിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രദേശം ഇപ്പോഴും വളരെ ഓപ്പണാണ്. ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വാഗതം. കാരണം യാതൊരുവിധമായ എതിർപ്പും കൂടാതെ കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ ഇപ്പോഴും തുറന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ അങ്ങനെയുള്ള വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. മുമ്പോട്ടും ആ വാതിൽ അടയ്ക്കുന്ന സമയത്ത് ഇത് അടയുന്നതിന് മുമ്പായിട്ട് കഴിയാത്ത സ്ഥലങ്ങളിൽ അതിനധികമായിട്ട് കൂടുതൽ ആളുകളുടെ ആവശ്യമുണ്ട്. ഇത് വലിയ സ്റ്റേറ്റാണ്. ഏതാണ്ട് 9 കോടിയിലധികം ജനങ്ങളുള്ള ഈ സ്റ്റേറ്റിൽ ഒരു 90-നും 100-നിടയിൽ മാത്രമേ സുശേഷകരുള്ളൂ നമ്മുടേതായിട്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, 9 കോടിയിലധികം ജനങ്ങളുള്ള ഈ സ്റ്റേറ്റിൽ 90-നും 100-നും ഇടയിലുള്ള സുവിശേഷകർ മാത്രമേ ഇപ്പോൾ നമ്മുടേതായിട്ട് ഇവിടെ വേലയ്ക്കായിട്ടുള്ളൂ. നമുക്കറിയാം കേരളത്തിൽ 3.5 കോടിയോളം, 3.5 കോടി തികച്ചില്ല, അവർക്കിടയിൽ പ്രവർത്തിക്കാനായിട്ട് എത്രയോ ആയിരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ 9 കോടിക്ക് വേണ്ടി 100 പേർ തികച്ചില്ല എന്നുള്ളത് എത്രമാത്രം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഭാര്യ സഹോദരി എന്ന് പറഞ്ഞാൽ തന്നെ വളർന്ന സാഹചര്യം എന്നുണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലത്താണ്. അറിയാം ആലപ്പുഴ ജില്ലയിൽ എങ്ങനെയാണെന്നുള്ളത്. അവിടെ നിന്ന് കടന്നു വന്നെങ്കിലും ഇവിടെ 6 മാസം തണുപ്പും 6 മാസം ചൂടും, അതും കഠിനമായ ചൂടും കഠിനമായ തണുപ്പുമാണ് ഇവിടെ ഉള്ളത്. ആ കാലാവസ്ഥയൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുവാനും ഇവിടെയുള്ള ഭക്ഷണ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ ദൈവം സഹായിച്ചു. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ഇതുവരേക്കും നടത്തുവാൻ കർത്താവ് ഇടയാക്കി. കുഞ്ഞുങ്ങളാണേലും ആ രീതിയിൽ തന്നെ എല്ലാ രീതിയിലും ഒരിക്കൽ പോലും വിലയുള്ള ബന്ധത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ ഇടപെടലും ഉണ്ടാകാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ദൈവം അപ്രകാരം അവരെ ഒരുക്കുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും വളരെ വേലയ്ക്കായിട്ട് തുറന്നിരിക്കുന്ന ഈ പ്രദേശം അത് വളരെ തക്കത്തിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ കടന്നു വരിക. അതുപോലെ ഇതിനടുത്ത പ്രദേശങ്ങൾ, അതുപോലെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഏകദേശം ഇത് തന്നെയാണ്. ഇപ്പോൾ ആസാമിൽ മാത്രമേ നിലവിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോഴും പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ഞാൻ ഈ സ്റ്റേറ്റുകളിലെല്ലാം നിരന്തരം പോവുകയും മറ്റു സൗകര്യങ്ങളുമായിട്ടെല്ലാം സമ്പർക്കത്തിലുണ്ട്. പല റിമോട്ട് ഏരിയകളിലെല്ലാം സന്ദർശിക്കുകയും സൗകര്യമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ആരെങ്കിലും നോർത്ത് ഈസ്റ്റിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് കടന്നു വരാൻ ശ്രമിക്കുക. വിശേഷാൽ ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, 9 കോടി ജനങ്ങൾക്കിടയിൽ 90 പേരാണ് പ്രവർത്തിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവത്തോളം ഞങ്ങൾ നടത്തിയ വിധം എല്ലാവർക്കും കർത്താവിനെ നന്ദി കരയറ്റുന്നു. എല്ലാ ആവശ്യങ്ങളിലും ഇതുവരേക്കും നടത്തിയ കരുതിയ കർത്താവിന്
നന്ദി അല്ലാതെ വേറെ ഒന്നും പറയാനായിട്ടില്ല. കാരണം ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചാൽ, കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആരിലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരാൾ ഇന്ന് വളരെയധികം ആളുകൾക്കിടയിൽ കടന്നു ചെല്ലുവാനും കർത്താവിൻ്റെ വചനം അറിയിക്കാനൊക്കെ ആയിട്ട് കർത്താവ് എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം അത് ഞാൻ ഉൾക്കൊള്ളുകയാണ്. എനിക്ക് ഞാനിന്ന് എന്താണോ എങ്ങനെയാണോ അതിനെല്ലാത്തിനും ഒരേ ഒരു കാരണം അത് കർത്താവ് മാത്രം. കർത്താവിൻ്റെ വിശ്വാസം, അത് ആ വിശ്വാസത്താൽ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അതിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ, 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം നമുക്ക് സമയക്കുറവുണ്ട്, 10 മിനിറ്റ് ഇല്ല ഇനി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ പറയുന്നത് അന്ത്രയോസിനെ കുറിച്ചാണ്. അതായത് അവിടെ നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ തന്നെ കാണിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ചില ഭാഗങ്ങളാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ആ 2 ശിഷ്യന്മാരിൽ ഒരാൾ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ അന്ത്രയോസിനെ കുറിച്ച് നമുക്ക് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. അത്ര വലിയ ഒരു ക്യാരക്ടറായിട്ട് എടുത്തു കാണിക്കുന്നില്ല. എന്നാൽ എന്നെ വളരെയധികം ആകർഷിച്ച കാര്യം, ഈ അന്ത്രയോസിനെ കുറിച്ച് പറയുമ്പോൾ ശിമോൻ പത്രോസിൻ്റെ സഹോദരൻ എന്ന് എടുത്തു പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ യഥാർത്ഥത്തിൽ ശിമോൻ പത്രോസിനെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തി നമുക്ക് ഇതിൻ്റെ 41-ാം വാക്യത്തിൽ 41 അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് ശിമോൻ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ആദ്യകാല സഭയുടെ നെടുന്തൂണുകളിൽ പ്രധാന വ്യക്തിയുള്ള ഒരാളായിട്ട് എണ്ണപ്പെടുന്ന ശിമോൻ പത്രോസ് തൻ്റെ പ്രസംഗം മുഖാന്തരം 3000-ഓളം ആളുകൾ ഒരേ ദിവസം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങളും അത്ഭുത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും അതിലേക്ക് തന്നെ നയിച്ച ആള് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ അന്ത്രയോസിനെ നോക്കുന്നത്. കാരണം അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും അന്ത്രയോസിനെ പരിചയപ്പെടുത്തുന്നത് ശിമോൻ പത്രോസിന് സഹോദരനായിട്ടാണ്. ഇതെനിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അന്ത്രയോസ് യോഹന്നാന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് വിശ്വസിച്ച് ഒരു വ്യക്തിയാണ്. കർത്താവിനെ പിൻപറ്റുന്ന ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പക്ഷേ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ കർത്താവ് അവരെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്ക് കാണുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിന് 18 മുതലുള്ള 20 വാക്യങ്ങളിൽ കാണുമ്പോഴാണ് അന്ത്രയോസിനെയും പത്രോസിനെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഒരു മനുഷ്യരെ പിടിക്കുന്ന ഒരു മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റി എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അതിനു മുമ്പേ ഈ പത്രോസിനെ കർത്താവിനെ കൊണ്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തി അന്ത്രയോസാണ്. അതുപോലെ പിന്നീട് നമുക്ക് അന്ത്രയോസിനെ കുറിച്ച് കാണുന്നത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി അവിടെ കർത്താവിൻ്റെ
മൗണ്ട് സെർമൺ മലമേലുള്ള മുകളിലെ ഉപദേശം നടക്കുന്ന സമയം അവർ വളരെയധികം ജനക്കൂട്ടത്തെ കണ്ട് താൻ കരുണാർദ്ദനായിട്ട് അവർക്ക് ഭക്ഷണമില്ല എന്ന് മനസ്സിലായി. ഇതാണ് അവരോട് കനിവ് തോന്നി. അവർക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് പറയുന്നു, ഇവർക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുക. ഫിലിപ്പോസ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്, ഇവർക്ക് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കൈവശം മാത്രമായിട്ട് ഒന്നുമില്ല. പുള്ളി വളരെ കാര്യമായിട്ട് കണക്ക് കൂട്ടി കണക്കും കാര്യങ്ങളൊക്കെ കർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ ഫിലിപ്പോസ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനിടയിൽ അന്ത്രയോസ് വീണ്ടും ഒരാളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആദ്യം നമുക്കറിയാം, കർത്താവിനെ കണ്ടു വിശ്വസിച്ചു, താൻ വിശ്വസിച്ചു ഉടനെ തന്നെ പോയി തൻ്റെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവിനെ പരിചയപ്പെടുത്തി. ഇവിടെ ഫിലിപ്പോസിന്റെ കാർഡ് കർത്താവ് ഈ ജനത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി വരുമ്പോഴേക്കും നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ അന്ത്രയോസ് എന്താ ചെയ്യുന്നത്, അവിടെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് താൻ കണ്ടെത്തിയൊരു ഒരു പയ്യനെ 5 യവത്തപ്പവും 2 മീനുമായിട്ട് പയ്യനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഇതാ ഈ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. എന്താണ് ഉള്ളത് അത് കണ്ടെത്തി കർത്താവിനായിട്ട് താൻ കർത്താവിന് മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. കർത്താവ് നമുക്കറിയാം, പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടും അറിയാം. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാവുന്നതാണ്. 5000-ഓളം പുരുഷന്മാർക്ക് ആ അപ്പം കൊണ്ട് നിവൃത്തി വയറിറച്ച് ഭക്ഷിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായി. അത് വളരെ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളാണ് അതിനുശേഷം അവിടെ നടന്നത്. പക്ഷെ വീണ്ടും നമുക്ക് 12-ാം അധ്യായത്തിൽ വീണ്ടും അന്ത്രയോസിനെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുന്നത് അവിടെ ഫിലിപ്പോസ് അന്ത്രയോസും കൊണ്ട് ചേർന്നാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ യവന ഭാഷക്കാരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഫിലിപ്പോസിനെ അറിയിച്ചു. പക്ഷെ ഫിലിപ്പോസ് താൻ അന്ത്രയോസിനെയാണ് സമീപിച്ചത്. വളരെ ആശ്ചര്യകരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ. ഒരു കാര്യവും നേരിട്ട് ഫിലിപ്പോസ് ചെയ്യുന്നില്ല, പക്ഷെ അതിന് അന്ത്രയോസിന്റെ സഹായം തേടുകയാണ്. അവിടെ അന്ത്രയോസ് എന്ത് ചെയ്യുന്നു, അന്ത്രയോസ് ഈ ആളുകളെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് അവരെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതമായിട്ട് പലപ്പോഴും ഞാൻ ചേർത്തിണക്കി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, പല താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും പലർക്കും സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ടാണ് പലപ്പോഴും നിരാശയ്ക്കും ഒക്കെ കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ 22-23 വർഷം പിന്നിടുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ഒത്തിരി ആളുകളുടെ ഇടയിൽ ഞങ്ങൾ പോയി പ്രവർത്തിക്കാനിടയെ ഒത്തിരി ആളുകളെ കർത്താവായിട്ട് മുമ്പോട്ട് കൊണ്ടുവരികയും എന്നാൽ അതുപോലെ ആളുകൾ തിരികെ പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നിരാശയായി തീർന്നിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ള ചോദ്യം മുമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പകച്ചു നിന്ന് പോയ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാലെല്ലാം അപ്പോഴെല്ലാം കർത്താവ് ഞങ്ങളെ ആ സമയത്ത് തക്കതായ ഇതിൽ വഴി നടത്തുകയും വീണ്ടും ഞങ്ങളെ നിരാശയിൽ നിന്ന് കരയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് നമ്മെ ചില കാര്യങ്ങൾ നാം എന്തിനാണ് കർത്താവിനെ പിൻപറ്റിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കർത്താവ് നമ്മെ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് അറിഞ്ഞ് ചെയ്യുക. നമുക്ക് അത്രയും മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും അതിൻ്റെ ഫലം തരികയൊക്കെ ചെയ്യുന്ന കർത്താവാണ്. ചെറിയ കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതായിരിക്കാം. പക്ഷെ അതല്ല കർത്താവ് കണക്കിടുന്നത്, നമ്മുടെ വിശ്വസ്തതയാണ്. നാം എത്രമാത്രം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ പിൻപറ്റി അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം പത്രോസിനെ പോലെ വളരെ ഫേമസ് ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം അന്ത്രയോസ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും എന്നാൽ ആ കാര്യങ്ങൾ കൊണ്ട് പിന്നീട് നമ്മൾ കാണുന്ന വളരെ വലിയ എപ്പോഴും എന്നും എടുത്തു പറയത്തക്ക ഇൻസിഡൻറ്റുകളാണ് എടുത്തു കാണിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ സംഭവം, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന് പറയുന്നത്, അതിന് കാരണമായിട്ട് തീർന്ന ഒരാൾ എന്ന് പറയുന്നത് അന്ത്രയോസാണ്. യവനന്മാരുടെ ഒരു കൂട്ടം അവരെ കർത്താവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവർക്കുള്ള അവസരം ഉണ്ടായിക്കൊടുത്ത എല്ലാവരുടെയും ഇടയിലേക്ക് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വ്യക്തിയായിട്ട് അന്ത്രയോസ് മാറുന്നു. ആരെയും കർത്താവിലേക്ക് എത്തിക്കുവാൻ തന്നെ കൊണ്ട് സാധിക്കുന്നു.
അല്ലെ താൻ കൊണ്ട് പരിചയപ്പെടുത്തിയ പത്രോസ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ തൂണുകളിലൊന്നായിട്ട് എണ്ണപ്പെടുന്നു. അപ്പൊ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് കർത്താവാണ് നോക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ഉള്ളവരുടെ പ്രശംസയ്ക്കോ അല്ലെങ്കിൽ അവർ നമ്മെ നോട്ടീസ് ചെയ്യുന്ന നമ്മൾ പ്രശസ്തിക്കോ വേണ്ടി ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ, അങ്ങനെയുള്ളൊരു നിരാശയ്ക്കും ഒരു കാരണവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് എനിക്ക് വളരെ സന്തോഷം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്നുള്ള ഒരു സഹോദരൻ, ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സഹോദരനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കർത്താവ് ഞങ്ങൾ ഉപയോഗിച്ചു. അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇനി ഒരു കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നാൽ പോലും ഇതുവരെ ഞങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിന് ഒത്തിരി ആത്മാക്കളെ നേടാൻ സാധിച്ചില്ല. പക്ഷെ നേടിയത് അതിലൂടെ വലിയ സമ്പത്തായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഇന്ന് ആ സഹോദര മുഖാന്തരം 40 പേരോളം കൂടുന്ന വേറൊരു സഭ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അവിടെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരന്മാരുണ്ട്, അവരിലേക്കാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. അവരിലൂടെ കർത്താവ് വീണ്ടും പ്രവർത്തിക്കും. അത് ഈ പ്രദേശത്ത് സഭകൾ വളരുവാനായിട്ട് ഇടയാവും, വചനം കൂടുതൽ പേരിലേക്ക് പകരുവാൻ ഇടയായിത്തീരും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നമുക്ക് കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവരുടെ ഇടയിൽ ഇവിടുത്തെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുക അത്ര ഈസി അല്ല. മറിച്ച് ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് വളരെ വലുതാണ്. അപ്പം അങ്ങനെ ഒരാളെ കർത്താവിലേക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ അന്ത്രയോസിലൂടെ ഞാൻ എൻ്റെ എന്നിലൂടെ ഇതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അത്ര അറിയപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ വളരെ പ്രാസംഗികനോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക നേട്ടങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ ഇതുപോലെ ചെറിയ ചില കാര്യങ്ങളിലൂടെ കോവിഡിൻ്റെ സമയത്ത് മറ്റ് സൗകര്യമാരുമായിട്ട് ചേർന്ന് വടക്കേ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുവാനും റിമോട്ട് ഏരിയകളിൽ കർത്താവിൻ്റെ പേരിലയക്കുന്ന ദാസന്മാരെ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരോടൊത്ത് സമയം ചെലവഴിക്കുവാനും ഈവൻ നേപ്പാളിലും മലമുകളിലെല്ലാം പോയി കർത്താവിൻ്റെ വചനമായിട്ട് കടന്നു പോകാനൊക്കെ ആയിട്ട് ഉള്ള അവസരം ലഭിച്ചു. അതൊക്കെ ഇന്ന് വളരെ വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇപ്പോഴൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിൽ നാളെ അതിൻ്റെ നേട്ടം, അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് അന്ത്രയോസിനെ പോലെ നമുക്ക് മുമ്പിൽ എന്താണോ ഉള്ളത് അത് കർത്താവിന് മുമ്പിൽ എത്തിക്കുക, അത് കർത്താവിന് വേണ്ടി വിശ്വസത്തോടെ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തമ ബോധ്യത്തോടു കൂടി കർത്താവിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഒരുപക്ഷെ നാം ആരെങ്കിലും കൊണ്ടുവന്ന് അവരിലൂടെ ആയിരിക്കും നാളെ നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ന് ശിമോൻ പത്രോസിലൂടെ അന്ത്രയോസ് അറിയപ്പെടുന്ന അതേ അവസ്ഥ. പക്ഷെ അപ്പോഴും നാം കർത്താവിൻ്റെ വിശ്വസ്തനായിട്ട് എണ്ണപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ അന്ത്രയോസിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യത്തിലും ഒരു രീതിയിലും നമുക്ക് ഒരു നിരാശയുടെ ആവശ്യമില്ല. നമ്മൾ പാട്ട് പാടിയപ്പോൾ സ്മരിച്ചതുപോലെ നമ്മെ നടത്തുന്നവനായ കർത്താവ് എല്ലാത്തിനും തികഞ്ഞവനാണ്. എല്ലാ കഷ്ടത്തിലും പ്രയാസത്തിലും എല്ലാ വേദനയിലും നമ്മുടെ കൂടെയുള്ള കർത്താവ് നമ്മെ ഓരോരുത്തരെയും എന്നും വഴി നടത്തുമാറാകട്ടെ. കഴിഞ്ഞ 23 വർഷക്കാലം വിശ്വസ്തയോട് ഞങ്ങൾ നടത്തിയ കർത്താവിന് നന്ദി കരയറ്റുന്നു. ഞങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത ദൈവമക്കൾക്കും ഈ സമയം ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വിശാൽ കാവ്യനാഥ മിനിസ്ട്രിക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സഹോദരന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ കർത്താവിന് നന്ദി കരയറ്റുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന നേരം മുതൽ ഈ നിമിഷം വരെയും ശ്രീ കർത്തൃദാസൻ ഷാജി തോമസ് അവരുടെ അനുഭവ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരനെ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രിയ കർത്തൃദാസിൽ നിന്ന് അനേക കാര്യങ്ങളും നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇവിടെ വരുത്തി. ആരും ചെന്ന് എത്തിപ്പെടാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ വേല കഴിഞ്ഞ 24 വർഷങ്ങൾ
ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടാണ് കർത്തൃദാസനും കുടുംബവും ദൈവവേല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുന്നുള്ള വിശ്വാസം കർത്തൃദാസന് ദൈവം കൊടുത്തതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്തൃദാസൻ പറഞ്ഞതുപോലെ ധാരാളം വേലക്കാരെ ആവശ്യമുണ്ട്, എന്നാൽ ഇവിടെ ചെല്ലുവാനുള്ള മനസ്സുള്ളവരാണ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം, അനേകരെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാൻ തക്കോണം നമുക്കും ആ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുവാൻ ദൈവം വിടവരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയ കർത്തദാസൻ പറഞ്ഞ പോലെ 2 മക്കളെ ദൈവം ദാനമായിട്ട് തന്നു. പ്രിയ മകൾ അന്ന, അതുപോലെ പ്രിയ മകൻ ഏബൽ. അവർക്കെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവം അതിശയമായ രീതിയിലുള്ള വഴികളാണ് പ്രിയ സഹോദരന് ദൈവം തുറന്നു കൊടുത്തത്. പ്രിയ സഹോദരിയെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. അതുപോലെ ഇനിയുള്ള നാളുകളിലും അനേക സ്ഥലങ്ങളിൽ കർത്തൃദാസൻ സഞ്ചരിച്ച് കർത്താവിന്റെ വേല ധാരാളമായിട്ട് ചെയ്യാനുള്ള ആരോഗ്യം ബലത്തിനായിട്ട് നമുക്ക് പ്രിയ സഹോദരനെ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്ന് ഈ അനുഭവസാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കല്ലൂർനാഥ മനുഷ്യരുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച സഹോദരൻ ജെയിംസ് കൊടുന്തര, അവരോട് നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. വിലപ്പെട്ട സമയങ്ങളാണ് ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ഒരാഴ്ചയും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും മിനിസ്ട്രിയിൽ വന്ന് സഹകരിക്കുകയും ചെയ്യുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുറിയിൽ പ്രവർത്തിക്കുന്ന കർത്തദാസൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരാഴ്ചയും കർത്താവെ ഞങ്ങൾക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി ഞങ്ങൾക്ക് അനേക സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല ഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, അങ്ങേ കർത്താവെ സ്തുതിക്കുവാൻ തക്കവണ്ണം ധാരാളം കാര്യങ്ങൾ ഇന്ന് കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് അങ്ങയുടെ സ്തോത്രം. കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിനായിട്ട് അങ്ങയുടെ സ്തോത്രം. അതിനുവേണ്ടി കടന്നു വന്ന് പ്രിയ സഹോദരൻ ജെയിംസ് കൊടുന്തരെ സഹോദരനെയും ഞങ്ങൾ ഓർത്ത് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. ഇനി ദൈവത്തിന് വേണ്ടി ധാരാളം പാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസിനെ എടുത്ത് ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. ഷാജി സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 24 വർഷങ്ങൾ ബംഗാളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കണം ഞങ്ങളുടെ ദാസനെ നീ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിരാശ ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് ബലപ്പെടുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരിയും അതുപോലെ ദാനമായി കൊടുത്ത് 2 മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യത്യാസമായിട്ടുള്ള ഒരു കാലാവസ്ഥ അവിടെ ആണെങ്കിലും പ്രിയ സഹോദരനെയും കുടുംബത്തെയും അതിശയമായ രീതിയിൽ അവിടെ വഴി നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇതിനുള്ള നാളുകളിലും അനേക സ്ഥലങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുവാൻ ആരോഗ്യം ബലം കർത്താവ് കൊടുക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എതിർപ്പുകളൊന്നും കൂടാതെ അനേക സ്ഥലസഭകൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിനാഥ മിനിസ്ട്രിയുടെ കർത്താവെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദാസൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം പ്രിയ സഹോദരനെയും വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു വന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങൾ ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.